നമുക്ക് ഏതെങ്കിലും നിലക്ക് വീഴ്ചകളോ അബദ്ധങ്ങളോ പോരായ്മകളോ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും എന്നാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു വിളിക്കുകയാണ്, എൻ്റെ അടിമകളെ. എങ്ങനെയുള്ള അടിമകൾ? അസ്റഫു അലാ അൻഫുസിഹിം, ഒരുപാട് തിന്മകൾ ചെയ്തു, അല്ലാഹുവിന്റെ കാരുണ്യം തിരിച്ചറിയാതെ, അല്ലെങ്കിൽ ആ കാരുണ്യം ലഭിച്ചിട്ടും തിരിച്ചറിഞ്ഞിട്ടും നന്ദി കാണിക്കാതെ ഒരുപാട് തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിച്ചു പോയോ? ആ തെറ്റുകളിൽ ഇസ്റാഫ്, ആധിക്യമുണ്ടോ? എങ്കിലും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടണ്ട എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സ്വഹീഹായ ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ കാണാം, ഇന്ന റഹ്മതി ഗലബത് ഗളബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ദേഷ്യത്തെ അതിജയിച്ച് നിൽക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. അതുകൊണ്ട് റബ്ബ് പറയുന്നു, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ വേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ആ കരുണാവാരിധിയായ പാപങ്ങൾ പൊറുക്കുന്നവനായ അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു നൽകാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്താൽ അവന്റെ 100 റഹ്മത്തും നേടിയെടുക്കാൻ ഉതകുമാറ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും.